പോർച്ചുഗലിൻ്റെ യുവതാരങ്ങളിൽ ഏറ്റവും ആകർഷിക്കുന്ന ഒരു പേരാണ് ജോവോ ഫെലിക്സ്. ഫെലിക്സ് തൻ്റെ കരിയർ പോർച്ചുഗീസ് ക്ലബ് FC പോർട്ടോയുടെ യുവ അക്കാദമിയിൽ തുടങ്ങി. തുടർന്ന് SL ബെൻഫിക്കയിലേക്ക് മാറ്റപ്പെട്ടു. ബെൻഫിക്കയിൽ മികച്ച പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് 2019 അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് 126 മില്യൺ തുകയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ആ സമയത്ത് ക്ലബിൻ്റെ ഏറ്റവും വലിയ റെക്കോർഡ് സൈനപ്പ് ആയിരുന്നു അത്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഫെലിക്സ് തൻ്റെ മികച്ച പ്രകടനം കാണിച്ചെങ്കിലും ഡിഗോ സിമോണിയുടെ മേൽനോട്ടത്തിൽ കൂടുതൽ പ്രതിരോധ സാഹചര്യത്തിൽ കളിക്കേണ്ടി വന്നു. ഇതിലൂടെ അദ്ദേഹം സ്ഥിരതയില്ലായ്മ നേരിട്ടു. അതിനോടൊപ്പം തൻ്റെ ക്ലാസിക് ഗെയിം കാഴ്ചപ്പാടുകൾ, ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള കഴിവുകൾ എന്നിവയ്ക്ക് അംഗീകാരം ജോവോ ഫെലിക്സ് ലഭിച്ചിരുന്നു. 2023-24 സീസണിൽ ഫെലിക്സ് ബാഴ്സലോണയിലേക്ക് ലോണിൽ പോയി. അവിടെ അദ്ദേഹം തൻ്റെ ആക്രമണക്ഷമതകൾ കൂടുതൽ തുറന്ന് പ്രദർശിപ്പിച്ചു. സ്പെയിനിൽ കുറേ സമയം കഴിയുന്നതിന് ശേഷം 2024 ആഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. 2024 ആഗസ്റ്റ് മാസത്തിൽ ചെൽസിയുമായി 7 വർഷത്തെ കരാറാണ് അദ്ദേഹം ഒപ്പുവെച്ചത്. 52 മില്യൺ തുകയ്ക്കും കൂടാതെ തന്നെ ആഡ് ഓൺ ഫീസായ 5 മില്യൺ തുകയ്ക്കുമാണ് അദ്ദേഹം നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എങ്കിലും ഫെലിക്സിൻ്റെ ചെൽസിയിലുള്ള കാലയളവ് വളരെ ചെറുതായിരുന്നു. 2025 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം വീണ്ടും ഒരു ലോൺ അനുവദിക്കപ്പെട്ടു. ഈ സമയം ഇറ്റാലിയൻ കമ്പന്മാരായ AC മിലാനിലേക്കാണ്. 2024-25 സീസണിൻ്റെ ശേഷിക്കാലം AC മിലാനിനോടൊപ്പം. ജോവോ ഫെലിക്സിന് പാരീസ് സെന്റ് ജർമ്മൻ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള വലിയ ക്ലബ്ബുകളിൽ നിന്നും മതിയായ ഓഫറുകൾ വന്നിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഫെലിക്സ് പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2020 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് പോലുള്ള ടൂർണമെൻറ്റ്സിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇപ്പോഴും AC മിലാനി തൻ്റെ ലോൺ കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാവി സംബന്ധിച്ച് നിരവധി ചർച്ചകൾ തുടരുകയാണ്. അടുത്ത സീസണിൽ തൻ്റെ ഭാവി വ്യക്തമാക്കേണ്ടതിന് ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണമെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്.